In this video, I am presenting representation of graphs. So there are three common ways of storing graph in computer memory. Computer memory graph in graph in a store in three major methods and a sequential representation, linked representation, and adjacency multilist representation. In case of sequential representation, we use adjacency matrix use. Case of linked representation, we go for an adjacency list, and adjacency multilist extension is an extension of linked representation. So we'll see one by one. Adim sequential representation or by using adjacency matrix. In an adjacency matrix, the rows and columns are labeled by graph vertices. ഒരു matrix ആണ്. അപ്പോൾ അതിന്റെ റോസിനെയും കോളത്തിനെയും നമ്മൾ ലേബൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രാഫിന്റെ വെർട്ടിസസ് എന്താണോ അതിന്റെ ഹെൽപ്പോടെയാണ് റോസിനെയും കോളത്തിനെയും ലേബൽ ചെയ്യുന്നത്. ആൻഡ് കൺസിഡർ Aij എന്ന മെട്രിക്സ് എൻട്രിയുടെ വാല്യൂ എപ്പോൾ 1 വരും, എപ്പോൾ 0 വരും. Aij can either be 1 or 0. മെട്രിക്സിൽ എൻട്രീസ് 1s or 0s ആണ്. വെയ്റ്റഡ് ഗ്രാഫ് അല്ലാത്ത കേസിൽ 1s or 0s ആണ് വരിക. 1 വരണമെങ്കിൽ Aij 1 വരണമെങ്കിൽ Vi എന്ന വെർട്ടെക്സും Vj എന്ന വെർട്ടെക്സും adjacent വെർട്ടെക്സുകളായിരിക്കണം, അല്ലെങ്കിൽ നൈബേഴ്സ് ആയിരിക്കണം. If Vi and Vj are neighbors or adjacent vertex, Aij entry in the adjacency matrix will be 1. Otherwise, it will be set to 0. An example വെച്ച് പറയാം. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട്. So, since this adjacency matrix contains two values, 0s and 1, it is called a bit matrix or Boolean matrix. ഈ adjacency matrix രണ്ട് values ഉള്ളൂ. Aij യുടെ value can be either 0 or 1. So, this adjacency matrix is called a bit matrix or a Boolean matrix. And the entries in the matrix depend on ordering of nodes in G. ഈ മെട്രിക്സിന്റെ എൻട്രീസ് എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഹൗ വി ആർ ഓർഡറിംഗ് ദ നോഡ്സ് ഇൻ ദ ഗ്രാഫ് ജി. അപ്പൊ ഈ ഗ്രാഫ് ജിയിലെ നോഡ്സിന്റെ ഓർഡറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ ഇറ്റ് വിൽ റിസൾട്ട് എ ചേഞ്ച്, അല്ലെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ക്രിയേറ്റിംഗ് എ ഡിഫറെന്റ് adjacency മെട്രിക്സ്. എക്സാമ്പിൾ നോക്കൂ. കൺസിഡർ ദിസ് ഗ്രാഫ്. കണ്ടോ, ഇതൊരു മെട്രിക്സ് ആണ്, adjacency മെട്രിക്സ് ആണ്. അതിനെങ്ങനെ ലേബൽ ചെയ്തിരിക്കുന്നത്? ഈ ഗ്രാഫിന്റെ വെർട്ടെക്സിന്റെ ഹെൽപ്പോടെ ABCDE ABCDE. A എന്ന് പറഞ്ഞ ഒരു എഡ്ജ് ഇല്ല, ലൂപ്പ് ഇല്ല, അപ്പൊ അവിടെ 0. ബട്ട് ദർ ഇസ് an edge AB. കണ്ടോ, AB1. Then there is no edge AC, so its value is 0. But there is a edge AD. അപ്പൊ എന്ത് വന്നു? 1 വന്നു. AE എന്ന എഡ്ജ് ഇല്ല, 0. BB ഇല്ല, 0. AB ഉണ്ട്, but it's a directed graph. There is no edge BA. അവരെ adjacent nodes ഒക്കെയാണ്, ബട്ട് ഡയറക്ഷൻ ഉള്ള കേസിൽ നമ്മൾ അതും കൂടിയും കൺസിഡർ ചെയ്യണം. BA എന്നുള്ള എഡ്ജ് ഇല്ലാത്തത് കൊണ്ട് വാല്യൂ എന്ത് വന്നു? 0 വന്നു. Then BC ഇല്ല, ആക്ച്വലി CB ഉണ്ട്. CBയുടെ സ്ഥാനത്ത് 1 വരും, BC എന്ത് വരും? 0 വരും. ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ വാല്യൂ ബിറ്റ് മെട്രിക്സിൽ 1s and 0s ഫിൽ ചെയ്തിരിക്കുന്നത്. ഈ കേസിലോ അൺഡയറക്റ്റഡ് ആണ്. സോ ഇഫ് ദർ ഇസ് an AB, ABയുടെ സ്ഥാനത്ത് 1 നോക്കൂ. അതുപോലെ BA is again 1. BC is 1. CB is 1. ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് രണ്ട് എഡ്ജ് AB ആയാലും BC ആയാലും നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ആ ലൊക്കേഷൻസിലൊക്കെ 1 വരും. ഇനി ഡയറക്റ്റഡ് ഗ്രാഫ് വിത്ത് ലൂപ്പ് വരുമ്പോൾ എന്താണ്? ഇവിടെ BB കണ്ടോ, BBയുടെ സ്ഥാനത്തും എന്ത് വന്നു? 1 വന്നു. ലൂപ്സ് വന്നാൽ ആ ഒരു ലൊക്കേഷനിലും കൂടി 1 വരും. ദെൻ വെയ്റ്റ്സ് വന്നാൽ ബിറ്റ് മെട്രിക്സ് അല്ല ഉപയോഗിക്കുക. ആ പെർട്ടിക്കുലർ അപ്പൊ AB, ഇവിടെ AB 1 വന്നു അല്ലെ, ബട്ട് ഇവിടെ ABയിൽ there's a weight value 4. ആ വാല്യൂ ആയ 4 ആണ് സ്റ്റോർ ചെയ്യുക. ദെൻ ADയുടെ സ്ഥാനത്ത് കണ്ടോ, വെയിറ്റ് വാല്യൂ ആയ 2 ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഈ കേസിൽ ഇത്രയുള്ള വെയ്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 1s we will store the weight value എന്ന് ഓർത്താൽ മതി. That's about adjacency method. So next is adjacency list representation. Here രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. First step we will create a structure that consists of
a list of all nodes in G. ഗ്രാഫിലെ എല്ലാ നോഡ്സിനെയും വെച്ച് ഒരു സ്ട്രക്ചർ ആദ്യം ക്രിയേറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? Every node is in turn linked to its own list. എല്ലാ നോഡും ഒരു ലിസ്റ്റിലേക്ക് ലിങ്ക് ചെയ്യാണ്. That contains names of all other nodes that are adjacent to it. ഒരു പെർട്ടിക്കുലർ നോഡിന്റെ adjacent നോഡ്സ് വെച്ച് നമ്മൾ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാണ്, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. We will see how it is done. See, ഇവിടെ ഒരു എക്സാമ്പിൾ A, B, C, D 4 adjacent അല്ലെ. അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്തു. എയുടെ adjacent നോഡ്സ് ഏതൊക്കെയാണ്? A, B. കണ്ടോ? B വെച്ചൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. Then AC. So, ഈ A പോയിന്റ് ചെയ്യുന്ന ലിങ്ക് ലിസ്റ്റില് ബിയും പാർട്ടാണ്, സിയും പാർട്ടാണ്, വേറെ ആരുമില്ല. അപ്പോ ഈ ഒരു നോഡിന്റെ പോയിന്റ് പാർട്ട് നമ്മൾ എന്താക്കി? നള്ളാക്കി. ആണ് എക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സി ബി. ബി ആണെങ്കിൽ ഫ്രം ബി ടു സി there is an edge. അപ്പോ അതൊരു നോഡ് വെച്ച് റെപ്രസെന്റ് ചെയ്തു. Then ബി ഡി എന്നൊരു എഡ്ജ് ഉണ്ട്. സി ആകുമ്പോഴോ there is a connection from C to D അല്ലെങ്കിൽ edge from C to D. ഒരൊറ്റ വെർട്ടെക്സേ ഉള്ളൂ. അപ്പൊ അതിനെ മാത്രമാണ് ലിസ്റ്റിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് ഡി, ഡി ടു എ ഉണ്ട്, ഡി ടു ബി ഉണ്ട്. കണ്ടോ? അപ്പൊ 2 നോഡ്സ്. അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിലോ എ ബി, എ ഡി രണ്ടും ഉണ്ട്. Then ബിയുടെ കേസിലാണെങ്കിൽ ബി എ വരും, ബി ഡി വരും, ബി സി വരും. കണ്ടോ? എ സി ഡി. ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാ നൈബറിംഗ് നോഡ്സിനെയും adjacent നോഡ്സ് ആയിട്ട് തന്നെയാണ് ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് വെയ്റ്റഡ് ഗ്രാഫ്, ഈ നോഡില് ഒരു എക്സ്ട്രാ, ഓരോ നോഡിലും ഒരു എക്സ്ട്രാ ഡേറ്റ പാർട്ടും കൂടിയും വരും. നോഡ് നെയിം വരും, ദെൻ നൈബറിംഗ് നോഡ് നെയിം വരും, അതേപോലെ വെയിറ്റും വരും. എ ബി കണക്ട് ചെയ്യുന്നത് ബി ആണ് നോഡ് നെയിം, ആൻഡ് ദ കണക്ട് ചെയ്യുന്ന വെയിറ്റ് വാല്യൂ ആണ് 4. സിമിലർലി എ ഡി ആവുമ്പോൾ കണ്ടോ 2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് ആ നോഡ് നെയിമിന്റെ അപ്പുറത്തെ ഡേറ്റ പാർട്ടായിട്ട് എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ആ വെയിറ്റ് വാല്യൂയും കൂടിയും കൊടുക്കുകയാണ്. ഇതിനോടൊരു സിമിലർ ഒരു എക്സ്ട്രാ ഡേറ്റ പാർട്ട് വരുന്നു, വിച്ച് ഈസ് ദ വെയിറ്റ് വാല്യൂ. ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ആൻ adjacency ലിസ്റ്റ്? ഒരു ലിങ്ക് ലിസ്റ്റിന്റേതായ എല്ലാ അഡ്വാൻറ്റേജസ് തന്നെയാണ് വരുന്നത്. It is easy to follow and clearly shows the adjacent nodes of a particular node. ഓരോ നോഡിന്റെയും adjacent നോഡ്സിനെ ക്ലിയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. It is often used to store graphs that have a small to moderate number of edges. Number of edges വളരെ കുറവോ അല്ലെങ്കിൽ ഒരു moderate, medium number ആണെങ്കിലാണ് നമുക്ക് ഈ representation easy. Adjacency list representation. Adding a new node in graph G is easy and straightforward when G is represented using adjacency list. ഒരു മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ റോയും കോളും ഒക്കെ പുതിയത് ആഡ് ചെയ്യാൻ നിൽക്കണം അല്ലേ ആ മെട്രിക്സിലോട്ട്. ബട്ട് adjacency ലിസ്റ്റ് ആകുമ്പോൾ ഒരു പുതിയ നോഡിനെ ഗ്രാഫിലേക്ക് ആഡ് ചെയ്യൽ ഈസിയാണ്. കാരണം ഈ ലിസ്റ്റിലേക്കും ഒരു പുതിയ നോഡ് ആഡ് ചെയ്യൽ ഡൈനാമിക് ആണല്ലോ. ഡൈനാമിക് ആകുമ്പോൾ ആഡ് ചെയ്യൽ ഈസിയാണ്. Next is adjacency multi-list representation. And the specialty, ഈ multi-list representation specialty ഇതൊരു edge based ആണ്, vertex based അല്ല. And it has 2 major parts. A directory of nodes information, ഒരു list of നോഡുകളുടെ ഇൻഫോർമേഷനെ കുറിച്ച് ലിസ്റ്റ് ഉണ്ട്. പിന്നെ a set of linked list storing information about edges. നമുക്ക് നോക്കാം. എക്സാമ്പിൾ വെച്ച് നോക്കിയിട്ട് ലാസ്റ്റ് പോയിന്റ് നോക്കാം. See, ഇപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇതിന്റെ വെർട്ടെക്സുകൾ ഏതൊക്കെയാണ്? 0, 1, 3, 2, 4, 5, 6 ആണ് നോഡ്സ് അല്ലെങ്കിൽ വെർട്ടെക്സ്. അതിന്റെ ഒരു ലിസ്റ്റ് ആദ്യം പ്രിപ്പയർ ചെയ്യും. Then എന്ത് ചെയ്യും? 0 അല്ലെങ്കിൽ 0നെ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന എഡ്ജസ് ഏതൊക്കെയാണ്? H1 and H2 അല്ലെ? അതിന്റെ ഒരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും. Then 1ന്റെ ആരൊക്കെയാണ്? H1 and 3 അല്ലെ? H1ഉം 3യും. Then 2 എന്ന നോഡ് ആണെങ്കിൽ E2 and E4. അപ്പൊ H2 and H4. അങ്ങനെ ഒരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ മൾട്ടി ലിസ്റ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. So thank you for watching.